ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 70 സുദർശന ശാപമോക്ഷവും ശംഖചൂഡവധവും അരിഷ്ടവധവും. ശ്ലോകം 9. ചിത്രമദ്യ ഭഗവൻ വൃഷഖാദാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിരുർവ്യാം വർദ്ധത്തെ ച വൃഷചേതസി ഭൂയാന്മോദ ഇത്യഭിനുദോസി സുരൈസ്ത്വം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ചിത്രം അദ്യ ഭഗവൻ വൃഷഖാദാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിർ ഉർവ്യാം വർദ്ധതേ ച വൃഷചേതസി ഭൂയാൻ മോദ ഇത്യഭിനുദോസി സുരൈസ്ത്വം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഭഗവൻ അല്ലയോ ദേവ, വൃഷഖാദാത് വൃഷത്തിൻ്റെ നാശത്താൽ, ഉർവ്യാം ഭൂമിയിൽ, വൃഷസ്ഥിതി ധർമ്മസ്ഥിതി, സുസ്ഥിര നല്ലവണ്ണം ഉറച്ചതായി, അജനി ഭവിച്ചു, അദ്യ ഇപ്പോൾ, വൃഷചേതസി ധാർമ്മികരുടെ മനസ്സിൽ, ഭൂയാൻ ഏറെ, മോദ സന്തോഷം, വർദ്ധതേച്ച വർദ്ധിച്ചിരിക്കുന്നു, ചിത്രം ആശ്ചര്യം തന്നെ, ഇതി ഇപ്രകാരം, ത്വം അങ്ങ്, സുരൈ ദേവന്മാരാൽ, അഭിനുത സ്തുതിക്കപ്പെട്ടവനായി, അസി തീർന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ചിത്രം അദ്യ ചേർത്തിട്ട് ചിത്രമദ്യ, ഭഗവൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വൃഷഖാദാത് ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സുസ്ഥിര അജനി ചേർത്തിട്ട് സുസ്ഥിരാജനി, സ്ഥിര എന്നുള്ളതിൻ്റെ സ്ഥി എന്ന് നന്നായിട്ട് ഊന്നി പറയണം. വൃഷസ്ഥിതിർ ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഉർവ്യാം ചേർത്തിട്ട് വൃഷസ്ഥിതിരുർവ്യാം, വർദ്ധതേ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ച വൃഷചേതസി ഭൂയാന്മോദ ചേർത്തിട്ട് ഭൂയാന്മോദ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഇതി അഭിനുത അസി ചേർത്തിട്ട് ഇത്യഭിനുദോസി, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സുരൈസ്ത്വം. ചിത്രമദ്യ ഭഗവൻ വൃഷഖാദാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിരുർവ്യാം വർദ്ധതേ ച വൃഷചേതസി ഭൂയാൻ മോദയിത്യഭിനുദോസി സുരൈസ്ത്വം. അടുത്തത് 10ാമത്തെ ശ്ലോകം. ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഹോക്ഷവിഭേദി ഇത്തമാത്തഹസിതൈഃ സഹ ഗോപൈർഗേഹഗസ്ത്വമവവാത പുരേശ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാം അയം ഇഹോക്ഷ വിഭേദി ഇത്തം ആത്ത ഹസിതൈഃ സഹ ഗോപൈർഗേഹഗസ്ത്വം അവവാദപുരേശ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഔക്ഷകാണി പശുസമൂഹമേ, ദൂരം അകലെ, പരിധാവത ഓടി രക്ഷപ്പെട്ടാലും, ഇഹ ഇവിടെ, അയം ഈ, ഉക്ഷവിഭേദി അരിഷ്ടാസുരനെ കൊന്ന, വീക്ഷ്യതാം കണ്ടാലും, ഇത്തം ഇപ്രകാരം, ആത്തഹസിതൈ ചിരി പൊഴിച്ച, ഗോപൈ സഹ ഗോപന്മാരോടുകൂടി, ഗേഹക ഗൃഹത്തിലേക്ക് പോകുന്ന, ത്വം അങ്ങ്, വാദപുരേശ ഗുരുവായൂരപ്പ അവ രക്ഷിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഔക്ഷകാണി ക്ഷ കാശ നന്നായിട്ട് ഊന്നി പറയണം. ഔക്ഷകാണി. പരിധാവത ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദൂരം. വീക്ഷ്യതാം ച്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അയം. ഈഹോക്ഷ ഇവിടെ അതേപോലെ ക്ഷ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. വിഭേദി
ഫേ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ചേർത്ത് ചൊല്ലുമ്പോൾ വീക്ഷ്യതാമയമിഹോക്ഷ വിഭേദി. ഇത്തം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ആ ത ഹസിത ഈ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സഹ എന്നുള്ളതിന് ഒരു സാന്ന് മതി. വിസർഗമില്ലാതെ ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് ചൊല്ലണം. ഹസിതൈ സഹ. അങ്ങനെ ഗോപൈർ ഗേഹഗ സ്ത്വം അവ വാതപുരേശ. ചേർത്ത് ചൊല്ലുമ്പോൾ ഇത്തമാത്തഹസിതൈ സഹ ഗോപൈർ ഗേഹഗസ്ത്വമവ വാതപുരേശ. ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഹോക്ഷ വിഭേദി. ഇത്തമാത്തഹസിതൈ സഹ ഗോപൈർ ഗേഹഗസ്ത്വമവ വാതപുരേശ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.